അതർ ടാലൻസ് റൗണ്ടിൽ അടുത്തതായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു സിദ്ധു. ഇന്നെന്താ ചെയ്യണേ? കാരിക്കേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ കാരിക്കേച്ചർ ആകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും കുറച്ച് എക്സാഗ്രേഷൻസ്, വല്ലാതെ കുറച്ച് എക്സാഗ്രേഷൻസ് ഇതിനകത്ത് കാണും. അത് മനഃപൂർവ്വം ആരെയും കളിയാക്കാനോ അല്ലെങ്കിൽ ആരെയും ഹേർട്ട് ചെയ്യാനോ വേണ്ടിയിട്ടുള്ളതല്ല. ഈ സംഭവത്തിൽ മരിച്ചുപോയവരോ ജീവിച്ചിരിക്കുന്നവരുമായി യാതൊരു ബന്ധവുമില്ല. ഓക്സിവേഴ്സ് ബെസ്റ്റ് ആക്ടറിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഓക്സിവേഴ്സ് ബെസ്റ്റ് ആക്ടിൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ പുതിയൊരു എപ്പിസോഡിലേക്ക് കിടക്കുകയാണ്. ഇതിൻ്റെ എപ്പിസോഡിൻ്റെ പേര് തന്നെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ കൊടുത്തിരിക്കുന്നത് അതർ ടാലൻസ് റൗണ്ട് എന്നാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ജഡ്ജ്, സെലിബ്രിറ്റി ജഡ്ജായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഏതൊരു ആർട്ടിസ്റ്റും ആഗ്രഹിക്കുന്നത് പോലെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആർട്ടിസ്റ്റിൻ്റെ ഒരു ആഗ്രഹമാണല്ലോ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റാണല്ലോ ഞാൻ ഓക്സിവേഴ്സ് സ്പെഷ്യലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യത്തെ കണ്ടസ്റ്റൻ്റായിട്ട് ഇവിടെ വരുന്നു ആശ. പ്ലീസ് വെൽക്കം ആശ ടു ദ സ്റ്റേജ്. ജീവിതം തകർത്തവരാണ്, എന്നോട് എന്തിനിത് ചെയ്തു? എന്നോടിത് വേണ്ടായിരുന്നു. താങ്ക് യു. നല്ല ആശ, നന്നായിരുന്നു, ഗംഭീരമായിരുന്നു. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസിന് വേണ്ടി നമുക്ക് ഇന്നത്തെ സെലിബ്രിറ്റി ജഡ്ജ് അദ്ദേഹത്തോട് ചോദിക്കാം. ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും മലയാള സിനിമയിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഹാസ്യത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യക്തിയാണ്. ചാലക്കുടിയിൽ നിന്ന് വന്ന ഇന്നസെൻറ്റ് സാർ, എന്താണ് ആശയുടെ പെർഫോമൻസിനെ പറ്റി ഈ പറഞ്ഞ പോലെ തന്നെ പറയാനുള്ളത്? എൻ്റെ പേര് ആശ, എനിക്കിഷ്ട. ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ ആശ മൂക്ക് വെച്ച് ഇച്ച ഇഞ്ഞ ഇണ്ണ ഇട്ടയില്ല വരയ്ക്കുന്നേ സംശയം ഉണ്ടാവും. കൊള്ളായിരുന്നു കേട്ടാ. വളരെ സന്തോഷം സാർ. അടുത്തതായിട്ട് ഈ വേദിയിലേക്ക് വരുന്നു വിജി. പ്ലീസ് വെൽക്കം വിജി ഓൺ ടു ദ സ്റ്റേജ്. അതില്ല സാറേ, ഞാൻ ഈ റേഷൻ കാർഡിനകത്ത് വെച്ച 100 രൂപ കാണുന്നില്ല. എനിക്ക് ആ 100 രൂപ ഇല്ലാണ്ട് പോകാനും പറ്റില്ല. അതില്ല പോട്ടാ, ഞാൻ ഇത് കുറെ നാളായിട്ട് ഇങ്ങനെ പറയണം ഇരിക്കാണ് കേട്ടാ, പക്ഷെ ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. വിജയ്, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇതിനെപ്പറ്റി ഗംഭീര പെർഫോമൻസ്. ഇത് എങ്ങനെ സാധിക്കുന്നത്? ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ സ്ഥിരം ജഡ്ജസ്, കുറേ നാളായിട്ട് ഇവിടെ തന്നെ ഇരിക്കുന്ന കുറേ ജഡ്ജസ്, സ്ഥിരം ജഡ്ജസ് ഉണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം. സിത്താര ചേച്ചി. നന്നായിരുന്നു വിജയ്. ഇറ്റ്സ് എൻ എക്സലൻറ്റ് പെർഫോമൻസ്. സത്യം പറഞ്ഞാൽ വിജയുടെ പെർഫോമൻസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് വരെ എഴുതണമെന്നുണ്ടായിരുന്നു. പക്ഷേ റീഫില്ലില്ലാത്ത പേനയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും എഴുതാൻ സാധിച്ചില്ല. നന്നായിരുന്നു, വെറും പെനിലായിരുന്നു. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ മുരളി സാർ എന്താണ് പറയാനുള്ളത്? നമസ്കാരം വിജയ്. It's simply great. Hats off. വളരെ വളരെ നന്നായിട്ട് ചെയ്തു. ഇറ്റ്സ് എൻ എക്സലൻറ്റ് പീസ്. പിന്നെ ഗ്രൂമിങ്ങിൽ കണ്ടതിനേക്കാളൊക്കെ വളരെ മികച്ചതാണ്. പക്ഷേ ഇതിനേക്കാൾ നല്ലപോലെ ഗ്രൂമിങ് ചെയ്തിരുന്നു. നല്ല ഗംഭീരമായിരുന്നു. ഇറ്റ്സ് എൻ എക്സലൻറ്റ് വർക്ക്. ഓക്സിവേഴ്സ് ബെസ്റ്റ് ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ പറഞ്ഞ പോലെ ജഡ്ജസിനോട് ചോദിക്കണ്ടല്ലോ, വെറുതെ എന്തിനാ നമ്മൾ അഭിപ്രായം? വേണോ ഈ അതർ ടാലൻ്റ് എന്നുള്ള രീതിയിൽ ചോദിച്ചോ. സോറി സാർ. ഞാൻ ചോദിക്കില്ല, ചോദിച്ചോളൂ. ആരോടാന്ന് വെച്ചാൽ ചോദിച്ചോളൂ.
മുരളി സർ. ഇത്രയും വലിയൊരു ടാലന്റ് സിദ്ധുവിലുണ്ടെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. സത്യം പറഞ്ഞ ബെസ്റ്റ് ആക്ടർ എഴുതുന്നപ്പോൾ എനിക്ക് ആ ഒരു ഇല്ലായിരുന്നു. ഇത് പക്ഷേ ഇമിറ്റേറ്റ് ചെയ്ത് അസലായില്ലേ. ഞാൻ വെറുതെ ഇനി എന്നെ വല്ല ഓക്കെ ഇങ്ങോട്ട് എത്തിയില്ല. എന്തായാലും നന്നായി മോനെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അസലായി. എൻ്റെ പെന്നിൽ മഷി ഉണ്ടായിരുന്നു, ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. ഇറ്റ് വാസ് ബ്രില്യൻറ്റ് സിദ്ധു, ഇറ്റ് വാസ് സിംപ്ലി ഗ്രേറ്റ്. ഞാൻ ആസ്വദിച്ചു. വെരി ഗുഡ് സിദ്ധു, വെരി ഗുഡ്. താങ്ക് യു സർ. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. ചുമ വരുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് പതുക്കെ പറയാം. വെള്ളമൊക്കെ കുടിച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് പറയാം. എനിക്ക് തോന്നുന്നു ഈ ബെസ്റ്റ് ആക്ടർ തുടങ്ങിയ സമയത്ത് കണ്ട എനിക്ക് പനി പിടിച്ചിട്ട് ഞാൻ വന്ന സമയത്താണ് എനിക്ക് കോഫ് ഉണ്ടായിരുന്നത്. അതിന് എന്തോന്നോ ഒരു ചുമ ഒരു രോഗിയാക്കി എന്നെ. അല്ല ചേച്ചി, കുറച്ച് ഞാൻ പറയാം എക്സാഗ്രേറ്റ് ആയിട്ട് ചെയ്തത്. ഐ ലൈക്ഡ് ഇറ്റ്.